നമസ്കാരം. മാസ്റ്റർ മൈൻഡ് ഓഫ് നോളജ് അസ്ട്രോളജി മലയാളം 2025 ഓഗസ്റ്റ് മാസം 12-ാം തീയതി ചൊവ്വാഴ്ച ദിവസത്തെ ജ്യോതിഷപരമായ പ്രത്യേകതകൾ പ്രിയപ്പെട്ട ജ്യോതിഷ വിശ്വാസികളുമായിട്ട് പങ്കുവയ്ക്കുന്നു. എല്ലാ പ്രിയപ്പെട്ടവരെയും വളരെ സ്നേഹത്തോടെ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന പ്രിയപ്പെട്ടവർ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്തുകൊണ്ട് തന്നെ വീഡിയോ കാണുക. അതുപോലെ തന്നെ നല്ല നല്ല കമന്റുകളൊക്കെ രേഖപ്പെടുത്തി മഹാദേവന്റെ അനുഗ്രഹം ഏറ്റുവാങ്ങുക. എല്ലാ ദിവസവും മുടങ്ങാതെ കാണുവാനും താല്പര്യം കാണിക്കുക. പ്രിയമുള്ളവരെ, 1201 ആണ്ട് ചിങ്ങമാസം 1-ാം തീയതി ഞായറാഴ്ച രാവിലെ 2025 ഓഗസ്റ്റ് മാസം 17-ാം തീയതി ഞായറാഴ്ച രാവിലെ രാഹു കേതു ദോഷപരിഹാര പൂജ ഞാൻ ചെയ്യുന്നുണ്ട്. മഹാദേവന്റെ സന്നിധിയിൽ ചെയ്യുന്ന പൂജയാണ്. ഇതിൽ പങ്കുചേരുവാൻ താല്പര്യമുള്ളവർ എൻ്റെ വാട്സാപ്പ് നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട്. ആ നമ്പറിലേക്ക് നിങ്ങളുടെ ജനനത്തീയതി, ജനിച്ച സമയം, സ്ഥലം, നിങ്ങളുടെ കൃത്യമായ മേൽവിലാസം എന്നിവ അയച്ചു തരിക. അതോടൊപ്പം തന്നെ 1000 രൂപ ജിപേ അല്ലെങ്കിൽ ഫോൺ പേ ചെയ്യുക. പൂജയുടെ ചെലവിലേക്ക് 1000 രൂപ ജിപേ അല്ലെങ്കിൽ ഫോൺ പേ ചെയ്യുക. നിങ്ങൾക്ക് നിങ്ങളുടെ വീടിനടുത്തുള്ള മഹാദേവ ക്ഷേത്രത്തിൽ പോയി ഈ ചെയ്യേണ്ട കാര്യങ്ങൾ ഞാൻ ഇവിടുന്ന് അയച്ചു തരാം. അതുപോലെ തന്നെ ഞാൻ പൂജയിൽ നിങ്ങളെ ഉൾപ്പെടുത്തി പൂജ ചെയ്തതിന് ശേഷം പ്രസാദം ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് നിങ്ങൾക്ക് അയച്ചിരുന്നത്. അപ്പോൾ താല്പര്യമുള്ളവർ ഈ പൂജയിൽ പങ്കുചേരുക. മഹാദേവന്റെ അനുഗ്രഹം ഉണ്ടാവും. തീർച്ചയായിട്ടും ജീവിതത്തിൽ ഐശ്വര്യവും അഭിവൃദ്ധിയൊക്കെ ഉണ്ടാകും. 2025 ഓഗസ്റ്റ് മാസം 12-ാം തീയതി ചൊവ്വാഴ്ച ദിവസം കുറെ നാളുകാരുടെ ജീവിതത്തിൽ ധനപരമായിട്ടുള്ള നേട്ടം, കാര്യവിജയം, ജീവിതാഭിവൃദ്ധിയൊക്കെ ഉണ്ടാകുന്ന ഒരു ദിവസമാണ്. എല്ലാ ദിവസവും കുറെ നാളുകാർക്ക് ഉണ്ടാകുന്ന ഒരു കാര്യമാണ്. 27 നക്ഷത്ര ജാതകർക്കും ദിവസവും അഭിവൃദ്ധി ഉണ്ടാകത്തില്ല, കാര്യവിജയം ഉണ്ടാകത്തില്ല, ധനനേട്ടം ഉണ്ടാകത്തില്ല. പ്രകൃതി അങ്ങനെയാണ് ക്രമീകരിച്ചിരിക്കുന്നത്. കുറെ നാളുകാർക്കാണ് നേട്ടങ്ങൾ ഉണ്ടാകുക. കുറെ നാളുകാർക്ക് സൗഭാഗ്യമായ നേട്ടങ്ങൾ, കുറെ നാളുകാർക്ക് ചെറിയ രീതിയിലുള്ള നേട്ടങ്ങൾ. അങ്ങനെയൊക്കെയാണ് ഈ പ്രകൃതി അങ്ങനെയാണ് മുമ്പോട്ട് പോകുന്നത്. അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് ജ്യോതിഷം പറയുന്നു, ഈ ചൊവ്വാഴ്ച ദിവസം കുറെ നാളുകാരുടെ ജീവിതത്തിൽ ധനപരമായിട്ടുള്ള നേട്ടം, അവർ ഏർപ്പെടുന്ന കാര്യങ്ങളിൽ വിജയം, അങ്ങനെ അവരുടെ ജീവിതത്തിൽ അഭിവൃദ്ധിയൊക്കെ ഉണ്ടാകുന്ന ഒരു ദിവസമാണെന്ന് പറയുന്നു. അപ്പോൾ ഏതൊക്കെ ആൾക്കാർക്കാണ് ഇത്തരത്തിലുള്ള സൗഭാഗ്യമായ അനുഭവങ്ങൾ വന്നു ചേരുക എന്നതിനെ കുറിച്ചാണ് ഞാനിവിടെ പറയുന്നത്. ശ്രദ്ധയോടുകൂടി കേൾക്കുക. അപ്പോൾ 2025 ഓഗസ്റ്റ് മാസം 12-ാം തീയതി ചൊവ്വാഴ്ച ദിവസം മലയാള തീയതിയിൽ പറയുമ്പോൾ 1200-ാം ആണ്ട് കർക്കിടക മാസം 27-ാം തീയതിയാണ്. ഇനി കുറച്ച് ദിവസങ്ങൾ കൂടി കഴിഞ്ഞാൽ പിന്നെ 1201-ാം ആണ്ടാകും. ഇന്ത്യൻ തീയതിയിൽ പറഞ്ഞാൽ ശ്രാവണ മാസം 21-ാം തീയതിയാണ് ചൊവ്വാഴ്ച ദിവസം. ചൊവ്വാഴ്ച ദിവസത്തെ സൂര്യോദയ സമയം തിരുവനന്തപുരം സമയപ്രകാരം പറഞ്ഞാൽ രാവിലെ 6:18, അസ്തമയം വൈകുന്നേരം 6:37. ഉദയാൽപരം തിഥി തൃതീയ തിഥിയാണ്. തൃതീയ തിഥി ചൊവ്വാഴ്ച രാവിലെ 8:41 വരെ ഉണ്ടായിരിക്കുകയുള്ളൂ. പിന്നീട് ചതുർത്ഥി തിഥി ആരംഭിക്കുകയുമാണ്. ചൊവ്വാഴ്ച ദിവസത്തെ ഉദയാൽപരം നക്ഷത്രം പൂരുരുട്ടാതി നക്ഷത്രമാണ്. പൂരുരുട്ടാതി നക്ഷത്രം ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് 11:53 വരെ ഉണ്ടായിരിക്കുകയുള്ളൂ. പിന്നീട് ഉത്രട്ടാതി നക്ഷത്രമാണ് ആരംഭിക്കുക. അപ്പോൾ ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് 11:53 വരെ പൂരുരുട്ടാതി നക്ഷത്രത്തിന്റെ സ്വാധീനം കൊണ്ടാണ് കുറെ നാളുകാരുടെ ജീവിതത്തിൽ നേട്ടങ്ങളൊക്കെ ഉണ്ടാകുക. പൂരുരുട്ടാതി നക്ഷത്രം ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് 11:53 വരെ ഉള്ളൂ. അതായത് മീനക്കുറിൽപ്പെട്ട പൂരുരുട്ടാതി കാൽ നക്ഷത്ര സമയമാണെന്നുള്ളതാണ് പ്രത്യേകിച്ച് അറിഞ്ഞിരിക്കേണ്ട കാര്യം. അപ്പോൾ അതുകൊണ്ട് പൂരുരുട്ടാതി നക്ഷത്രം അനുകൂലമായി സ്വാധീനിക്കുന്നതുകൊണ്ട് കുറെ നാളുകാരുടെ ജീവിതത്തിൽ നേട്ടങ്ങൾ ഉണ്ടാകുന്നു. ഏതൊക്കെ നാളുകാർക്കാണ് നേട്ടങ്ങൾ ഉണ്ടാകുക എന്നുള്ളത് പറഞ്ഞുതരാം. പൂരുരുട്ടാതി നക്ഷത്ര പ്രകാരം തിരുവാതിര, പുണർദം, വിശാഖം, അനിഴം, തിരുവോണം, പൂരാടം, ചതയം ഇത്രയും നാളുകാർക്ക് ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് 11:53 വരെ ജീവിതത്തിൽ സൗഭാഗ്യമായ അനുഭവങ്ങളൊക്കെ പ്രതീക്ഷിക്കാം. തിരുവാതിര, പുണർദം, വിശാഖം, അനിഴം, തിരുവോണം, പൂരാടം, ചതയം ഇത്രയും നാളുകാർക്കാണ് നേട്ടങ്ങൾ വധിച്ചേരുക. ചൊവ്വാഴ്ച ദിവസം ഉച്ചയ്ക്ക് 11:53 വരെ പൂരുരുട്ടാതി നക്ഷത്രം പ്രതികൂലമായി സ്വാധീനിക്കുന്നതുകൊണ്ട് ജീവിതത്തിൽ പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഒക്കെ വന്നു ചേരുവാൻ സാധ്യതയുള്ള നാളുകാർ. ചിങ്ങക്കുറിൽപ്പെട്ട മകം, പൂരം, ഉത്രം കാൽ നാളുകാർക്ക് പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്, ശ്രദ്ധിക്കുക. തുലാക്കുറിൽപ്പെട്ട ചിത്ര 2 പാദം, ചോതി, വിശാഖം മുക്കാൽ നാളുകാർക്കും പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഒക്കെ വന്നു ചേരുവാൻ സാധ്യതയുണ്ട്, സൂക്ഷിക്കുക. അതുപോലെ തന്നെ മൂലം, ഉത്രാടം, അവിട്ടം എന്നീ നാളുകാർക്കും പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഒക്കെ വന്നു ചേരുവാൻ സാധ്യതയുണ്ട്, സൂക്ഷിക്കുക. ബാക്കിയുള്ള നാളുകാരെ കുറിച്ച് ചിന്തിക്കുമ്പോൾ സുഖദുഃഖ സമ്മിശ്രമായ സാധാരണ ജീവിതാനുഭവമായിരിക്കും എന്നുള്ളതും അറിഞ്ഞിരിക്കുക. ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് 11:53 മുതൽ ഉത്രട്ടാതി നക്ഷത്രം ആരംഭിക്കുകയാണ്. അപ്പോൾ ഉത്രട്ടാതി നക്ഷത്രം അനുകൂലമായി സ്വാധീനിക്കുന്നത് കൊണ്ട് ഏതൊക്കെ നാളുകാർക്കാണ് നേട്ടങ്ങൾ വന്നു ചേരുക എന്നുള്ളത് പറഞ്ഞുതരാം. ഉത്രട്ടാതി നക്ഷത്രം അനുകൂലമായി സ്വാധീനിക്കുന്നത് കൊണ്ട് നേട്ടങ്ങൾ വന്നു ചേരുന്ന നാളുകാർ അവിട്ടം, ഉത്രാടം, അനിഴം,
തൃക്കേട്ട, പുണർദം, പൂയം, പൂരുരുട്ടാതി ഇത്രയും നാളുകാർക്ക് നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം. അവിട്ടം, ഉത്രാടം, അനിഴം, തൃക്കേട്ട, പുണർദം, പൂയം, പൂരുട്ടാതി എന്നീ നാളുകാർക്ക് ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് 11:53 മുതൽ ബുധനാഴ്ച രാവിലെ 10:34 വരെ നേട്ടങ്ങൾ, സൗഭാഗ്യമായ അനുഭവങ്ങൾ വന്നു ചേരും. ഇതേ സമയം, അതായത് ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് 11:53 മുതൽ ബുധനാഴ്ച രാവിലെ 10:34 വരെയുള്ള സമയത്ത് ഉത്രട്ടാതി നക്ഷത്രം പ്രതികൂലമായി സ്വാധീനിക്കുന്നത് കൊണ്ട് പ്രയാസങ്ങളും പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഒക്കെ വന്നു ചേരുവാൻ സാധ്യതയുള്ള നാളുകാർ പൂരാടം, ചതയം, തിരുവോണം, അതുകൂടാതെ ചിങ്ങക്കുറിൽപ്പെട്ട മകം, പൂര, ഉത്രം, കാൽ നാളുകാർക്കൊക്കെ എങ്ങനെയെങ്കിലും ഏതെങ്കിലും വിധത്തിലുള്ള ചെറിയ പ്രതിസന്ധികളൊക്കെ വന്നു ചേരാം. തുലാക്കൂറിൽപ്പെട്ട ചിത്ര, 2 വാദം, ചോതി, വിശാഖം, മുക്കാൽ നാളുകാർക്കും ഏതെങ്കിലും ചെറിയ രീതിയിലുള്ള പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഒക്കെ വന്നു ചേരാൻ സാധ്യതയുണ്ട്, സൂക്ഷിക്കുക. ബാക്കിയുള്ള നാളുകാരെ കുറിച്ച് ചിന്തിക്കുമ്പോൾ സുഖദുഃഖ സമ്മിശ്രമായ ജീവിതാനുഭവമായിരിക്കും എന്നുള്ളതും മനസ്സിലാക്കുക. ഇനിയും ചൊവ്വാഴ്ച ദിവസത്തെ ശുഭസമയം പറഞ്ഞുതരാം. ചൊവ്വാഴ്ച ദിവസം പ്രധാനപ്പെട്ടതായ കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കുവാൻ വേണ്ടിയുള്ള ശുഭസമയം എന്ന് പറയുന്നത് ചൊവ്വാഴ്ച ദിവസം രാവിലെ 7:48 മുതൽ ഉച്ചയ്ക്ക് 12:24 വരെയുള്ള സമയമാണ്. പിന്നീട് ഉച്ച കഴിഞ്ഞ് 1:38 മുതൽ 3:18 വരെയുള്ള സമയവും ശുഭസമയമായിട്ട് ജ്യോതിഷം വേർതിരിച്ച് തന്നിട്ടുണ്ട്. ഈ സമയം നോക്കി പ്രധാനപ്പെട്ടതായ കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കുക, ജീവിത വിജയം നേടുക. ഇനിയും സംഖ്യാശാസ്ത്രമാണ് പറയുന്നത്. സംഖ്യാശാസ്ത്രം പറയുന്നത് ഇംഗ്ലീഷ് മാസം തീയതി വെച്ചാണ്. തീയതി ഓഗസ്റ്റ് മാസം 12 എന്നുള്ള തീയതിയാണ്. അതായത് തീയതി 12 അങ്ങനെ 12 ഒറ്റസംഖ്യ ആക്കുമ്പോൾ 3 വരും. അപ്രകാരം ഏതൊരു മാസത്തെയും 3, 12, 21, 30 എന്നീ തീയതികളിൽ ജനിച്ചവർക്ക് അനുകൂലമായ ഒരു ദിവസമായിരിക്കും ചൊവ്വാഴ്ച ദിവസം. അപ്പോൾ അവരുടെ ജീവിതത്തിൽ ഉത്കൃഷ്ടമായ ജീവിതാനുഭവങ്ങൾ വന്നു ചേരാൻ വേണ്ടി ചെയ്യേണ്ട കാര്യങ്ങൾ തവിട്ട്, വയലറ്റ്, ഇളം ചുവപ്പ് എന്നീ നിറങ്ങളിലുള്ള വസ്ത്രങ്ങൾ ധരിക്കുക. അങ്ങനെ വസ്ത്രങ്ങൾ ധരിക്കുന്നവരുടെ പേരിൽ ഇംഗ്ലീഷ് അക്ഷരമാലയിലെ CGLS എന്നീ അക്ഷരങ്ങൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് ഉത്കൃഷ്ടമായ ജീവിതാനുഭവങ്ങൾ തന്നെ വന്നു ചേരും. പ്രതികൂലമായി ഒന്നും തന്നെ വന്നു ചേരത്തില്ല എന്നുള്ളതാണ് സംഖ്യാജ്യോതിഷം പറയുന്നത്. ഇനിയും ചൊവ്വാഴ്ച ദിവസത്തെ ധനപരമായിട്ടുള്ള നേട്ടം ഏതൊക്കെ നാളുകാർക്കാണെന്നുള്ളത് പറഞ്ഞുതരാം. ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് 11:53 വരെ പൂരുട്ടാതി നക്ഷത്രമാണ്. പൂരുട്ടാതി നക്ഷത്രം അനുകൂലമായി സ്വാധീനിക്കുന്നത് കൊണ്ട് ചതയം, രോഹിണി, അശ്വതി, മകം, പുണർദം, അത്തം, വിശാഖം, മൂലം, തിരുവോണം, പൂരുട്ടാതി ഇത്രയും നാളുകാർക്ക് ചൊവ്വാഴ്ച ദിവസം ഉച്ചയ്ക്ക് 11:53 വരെ ധനപരമായിട്ടുള്ള നേട്ടം ഉണ്ടാകുന്ന സമയമാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് 11:53 മുതൽ ഉത്രട്ടാതി നക്ഷത്രം ആരംഭിക്കുന്നു. ഉത്രട്ടാതി നക്ഷത്രം ബുധനാഴ്ച രാവിലെ 10:34 വരെ ഉണ്ട്. ഈ സമയത്ത് ധനപരമായിട്ടുള്ള നേട്ടം വന്നു ചേരുന്ന നാളുകാർ മകയിരം, പൂരുരുട്ടാതി, ഭരണി, പൂയം, പൂരം, ചിത്തിര, അനിഴം, പൂരാടം, അവിട്ടം, ഉത്രട്ടാതി ഇത്രയും നാളുകാർക്ക് ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് 11:53 മുതൽ ബുധനാഴ്ച രാവിലെ 10:34 വരെയുള്ള സമയത്ത് ധനപരമായിട്ടുള്ള നേട്ടം ജീവിതത്തിൽ ഉണ്ടാകുന്ന സമയമാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. ധനവിഷയങ്ങൾ കൈകാര്യം ചെയ്താൽ വിജയിക്കുന്ന സമയമാണ്. ഈ നാളുകാർക്ക്, ഈ പറഞ്ഞ നാളുകാർക്കൊക്കെ അനുകൂലമായ സമയമാണെന്നുള്ളത് അറിഞ്ഞിരിക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ അധ്യായത്തിൽ കൂടി പ്രിയപ്പെട്ടവരോട് പങ്കുവച്ചത്. ഈ വീഡിയോ കാണുകയും കേൾക്കുകയും ചെയ്യുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും മഹാദേവൻ അനുഗ്രഹിക്കട്ടെ. വ്യക്തിപരമായിട്ടുള്ള ജീവിത വിജയം ഉണ്ടാകട്ടെ. കുടുംബം, ദാമ്പത്യം, അതുപോലെ തന്നെ ബാധ്യതകൾ ഒക്കെ കൊടുത്തു തീർക്കുവാൻ മഹാദേവൻ സഹായിക്കട്ടെ. കടബാധ്യതകളാൽ ഭാരപ്പെടുന്നവർക്ക് ബാധ്യതകളൊക്കെ കൊടുത്തു തീർക്കുവാൻ മഹാദേവൻ അനുഗ്രഹിക്കട്ടെ, സഹായിക്കട്ടെ. അതിനുള്ള വഴികളൊക്കെ കാണിച്ചു തരട്ടെ. ജീവിതാഭിവൃദ്ധി ഉണ്ടാകട്ടെ, ധനപരമായിട്ടുള്ള നേട്ടം ഉണ്ടാകട്ടെ, ഏർപ്പെടുന്ന കാര്യങ്ങളിലൊക്കെ വിജയം ഉണ്ടാകട്ടെ. മഹാദേവനോട് പ്രാർത്ഥിക്കുക. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. മഹാദേവ, ഈ വീഡിയോ കാണുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും മഹാദേവനെ അനുഗ്രഹിക്കണമേ. സമൃദ്ധിയിലേക്ക് അവരെ നടത്തണമേ. അവരുടെ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും ഒക്കെ കൊടുക്കണമേ. അവർ നേരിടുന്ന പ്രയാസങ്ങളിൽ നിന്ന് അവരെ രക്ഷിക്കണമേ എന്നൊക്കെ ഞാൻ പ്രാർത്ഥിക്കുന്നു. തീർച്ചയായിട്ടും മഹാദേവന്റെ അനുഗ്രഹം പ്രിയപ്പെട്ടവരിലേക്ക് വന്നു ചേരും. ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ. നന്ദി, നമസ്കാരം. മാസ്റ്റർ മൈൻഡ് ഓഫ് നോളജ് അസ്ട്രോളജി മലയാളം.